ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ്ഹെഡർ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന കെമിക്കൽ ഇൻകോമ്പാക്റ്റബിലിറ്റീസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, എന്താ ഇൻകോമ്പാക്റ്റബിലിറ്റി? നമ്മൾ ഒന്നെങ്കിൽ ചിന്തിക്കാത്തതോ അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നു അല്ലേ, അതിനാണ് ഇൻകോമ്പാക്റ്റബിലിറ്റി പറയാം. സോ കെമിക്കൽ ഇൻകോമ്പാക്റ്റബിലിറ്റി ഒക്കേഴ്സ് വെൻ ഡ്രഗ് ഇൻട്രാക്ഷൻ, ഒന്നെങ്കിൽ ഡ്രഗ് ഇൻട്രാക്ഷൻ ആയിരിക്കാം ആൻഡ് കോസ് അൺഇൻറ്റൻഡഡ് എഫക്റ്റുകൾ, അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും എഫക്റ്റുകൾ തരുന്നു, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമ്മുടെ ഫോർമുലേഷൻ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? ഇൻകോമ്പാക്റ്റബിലിറ്റി എന്ന് പറയും. ഒന്നെങ്കിൽ അത് പെട്ടെന്ന് വരാം, ഇമ്മീഡിയറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിലേഡ് ആയിരിക്കാം, പയ്യെ വരുന്നതുമായിരിക്കാം. ഒന്നെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിലേഡ് ആയിരിക്കാം. സോ ടൈപ്പ് ഓഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി എന്തൊക്കെയാണ്? ടോളറേറ്റ് ഉണ്ട്, അഡ്ജസ്റ്റഡ് ഉണ്ട്, ഇമ്മീഡിയറ്റ് ഉണ്ട്, ഡിലേഡ് ഉണ്ട്. ടോളറേറ്റഡ് നമ്മൾ ചെയ്യുന്ന മിക്സിങ്ങിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ചെയ്യുന്നതിൽ ചെറിയ സ്റ്റെപ്പുകളിലാണ് മാറ്റമുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു രീതിയിലുള്ള ഇൻകോമ്പാക്റ്റബിലിറ്റി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി അഡ്ജസ്റ്റഡ് ആണ്. നമുക്ക് ഈ ഫോർമുലേഷനിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ, ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ അല്ലെങ്കിൽ ചെറിയ ചേഞ്ചുകളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഇൻട്രാക്ഷൻസ് ഒഴിവാക്കാം. ഇനി ഇമ്മീഡിയറ്റ് ആണ്, പെട്ടെന്ന് വരുന്ന അല്ലേ, നമ്മൾ മിക്സിംഗ് ഒക്കെ ചെയ്തതിനു ശേഷം പെട്ടെന്ന് ഉണ്ടാകുന്ന റിയാക്ഷനെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ് എന്ന് പറയുക. നെക്സ്റ്റ് വൺ ഈസ് ഡിലേഡ് ആണ്. ഇപ്പോഴൊന്നും വരില്ല, ചിലപ്പോൾ സ്റ്റോറൊക്കെ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കി മിക്സിംഗ് ഒക്കെ ചെയ്ത് വെച്ച് കുറേ കഴിയുമ്പോൾ പയ്യെ വരും. അപ്പോൾ ഇതൊക്കെയാണ് ടോളറേറ്റഡ്, അഡ്ജസ്റ്റഡ്, ഇമ്മീഡിയറ്റ് ആൻഡ് ഡിലേഡ്. ഇനി precipitate interaction. ഫസ്റ്റ് വൺ ഈസ് precipitate interaction ആണ്. പ്രസിപ്പിറ്റേഷൻ കാരണം അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ ആണ് ഇവിടെ ഇൻട്രാക്ഷനിൽ കാണിക്കുക. അതിൽ എക്സാമ്പിൾ ഡിഫ്യൂസിബിൾ ഉണ്ട്, ഇൻഡിഫ്യൂസിബിൾ ഉണ്ട്. സോ ഡിഫ്യൂസിബിൾ ആണെന്നുണ്ടെങ്കിൽ precipitate that can diffuse in solution. സൊല്യൂഷൻസിലായിരിക്കും എന്ത് ചെയ്യുക? പ്രസിപ്പിറ്റേഷൻ കാണിക്കുക. സോ ആ സമയത്ത് നമ്മൾ മെത്തേഡ് എ ആണ് യൂസ് ചെയ്യേണ്ടത്. മെത്തേഡ് എ എന്താണെന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡിൽ പറഞ്ഞുതരാം. ഇനി ഇൻഡിഫ്യൂസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ നോൺ ഡിഫ്യൂസിബിൾ പ്രസിപ്പിറ്റൻസ്, അതെന്താണ്? നോൺ ഡിഫ്യൂസിബിൾ പ്രസിപ്പിറ്റേറ്റ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക, ഇൻഡിഫ്യൂസിബിൾ ആയിരിക്കും. സോ യൂസ് മെത്തേഡ് ബി വിത്ത് എ തിക്കനിങ് ഏജന്റ്. ഒരു തിക്കനിങ് ഏജന്റ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മെത്തേഡ് ബി യൂസ് ചെയ്യുക. ഇവിടെ നോൺ ഡിഫ്യൂസിബിൾ ആയിരിക്കും, മറ്റിടത്ത് എന്തായിരിക്കും? ഡിഫ്യൂസിബിൾ ആയിരിക്കും. സോ അവിടെ നിന്ന് സൊല്യൂഷനിൽ ഡിഫ്യൂസ് ചെയ്യുന്നു, പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി മെത്തേഡ് എ ഫോർ ഡിഫ്യൂസിബിൾ പ്രസിപ്പിറ്റന്റ്. മെത്തേഡ് എ എങ്ങനെയാണ്? ഡിവൈഡ് വെഹിക്കിൾ, സ്പ്ലിറ്റ് ദ വെഹിക്കിൾ ഇൻറ്റു 2 പോർഷൻ. നമുക്ക് അതിൽ വെഹിക്കിൾ ഉണ്ടാവില്ലേ, അതിന് 2 പോർഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഡിസോൾവ് റിയാക്ടൻസ്, ഡിസോൾവ് ഈച്ച് റിയാക്ടൻ ഇൻ സെപ്പറേറ്റ് പോർഷൻ. നമ്മൾ സെപ്പറേറ്റ് ചെയ്ത പോർഷനിൽ എന്ത് ചെയ്യുക? നമ്മൾ റിയാക്ടൻസുകൾ വെച്ച് നമ്മൾ ഡിസോൾവ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പയ്യെ നമ്മൾ മിക്സ് ചെയ്യുക. അത് നമ്മൾ 2 പോർഷനായിട്ട് മാറ്റി വെച്ചിട്ട് രണ്ടിലും മിക്സ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് ആഡ് ചെയ്യുന്ന പരിപാടിയാണ് മെത്തേഡ് എ. ഇനി മെത്തേഡ് ബി ആണെങ്കിലോ ഡിവൈഡ് വെഹിക്കിൾ. നമ്മൾ എന്ത് ചെയ്യുക? വെഹിക്കിളിനെ സ്പ്ലിറ്റ് ചെയ്യുക. മേക്ക് മ്യൂസിലേജ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, തിക്കനിങ് ഏജന്റ് പറഞ്ഞല്ലേ. സോ മേക്ക് എ മ്യൂസിലേജ് വിത്ത് 1 പോർഷൻ ആൻഡ് ട്രഗാൻ പൗഡർ. ഒരു പോർഷനിൽ മ്യൂസിലേജും ആൻഡ് 1 പോർഷൻ ഓഫ് ട്രഗാൻ പൗഡർ. എന്താണ്? മേക്ക് എ മ്യൂസിലേജ് വിത്ത് 1 പോർഷൻ ആൻഡ് ട്രഗാൻ പൗഡർ. ഡിസോൾവ് ആൻഡ് മിക്സ്. എന്ത് ചെയ്യുക? നമ്മൾ ഡിസോൾവ് ചെയ്യുക, മിക്സ് ചെയ്യുക, രണ്ടും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മൾ തിക്കനിങ് ഏജന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു. മേക്ക് മ്യൂസിലേജ്, മേക്ക് എ മ്യൂസിലേജ് വിത്ത് 1 പോർഷൻ. ഒരു പോർഷൻ എന്ത് ചെയ്യുക? മ്യൂസിലേജ് വെച്ച് ചെയ്യുക. എന്ത് ചെയ്യുക? ആൻഡ് ട്രഗാൻ പൗഡർ യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ആൽക്ലോയിഡൽ ഇൻകോമ്പാക്റ്റബിലിറ്റി. ആൽക്ലോയിഡ്സിൽ ഇൻകോമ്പാക്റ്റബിലിറ്റി കാണിക്കാറുണ്ട്. എങ്ങനെയാണ്? വിത്ത് അതർ ആൽക്ലോയിഡ്സ്. മേ ബി നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിൽ ആൽക്ലോയിഡ്സ് ഉണ്ടെങ്കിൽ അത് കാരണം എന്ത് ചെയ്യാം? ഇൻകോമ്പാക്റ്റബിലിറ്റി വരാം. ഇനി വിത്ത് സോലുബിൾ അയോഡൈഡ്സ്. ആൽക്ലോയിഡ് സോൾട്ട് ആർ ഇൻകോമ്പാക്റ്റിബിൾ വിത്ത് സോലുബിൾ അയോഡൈഡ് സോൾട്ട്. ആൽക്ലോയിഡ് സോൾട്ടുകൾ എന്താണ്? സോലുബിൾ അയോഡൈഡ് സോൾട്ടുമായിട്ട് ഇൻകോമ്പാക്റ്റിബിൾ ആണ്. ഒന്നും കൂടെ പറയാം, ആൽക്ലോയിഡ് സോൾട്ട് ഈസ് ഇൻകോമ്പാക്റ്റിബിൾ വിത്ത് സോലുബിൾ അയോഡൈഡ് സോൾട്ട്. ഇനി വിത്ത് ടാനിൻസ് ആയിട്ടും പ്രശ്നം തന്നെയാണ്, അവിടെ പ്രസിപ്പിറ്റേഷൻ നടക്കുകയാണ് ചെയ്യുക. ആൻഡ് വിത്ത് സാലിസിലേറ്റ്സ് എന്താണ്? ആൽക്ലോയിഡ് സോൾട്ട് ഷുഡ് നോട്ട് ബി കമ്പൈൻഡ് വിത്ത് സാലിസിലേറ്റ്സ്. സാലിസിലേറ്റ്സുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? കമ്പൈൻ ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ എന്തൊക്കെ ഞാൻ പറഞ്ഞു? ഒന്ന് ആൽക്ലോയിഡ്സിന്റെ കേസിൽ അല്ലെ, ബേസിക്കലി അതർ ആൽക്ലോയിഡുമായിട്ട് നമ്മൾ കൊടുക്കുവാണെങ്കിൽ റിയാക്ട് ചെയ്യും. ഇനി സോലുബിൾ അയോഡൈഡ്സ് ആണ്. ആൽക്ലോയിഡ്സ് സോലുബിൾ അയോഡൈഡുമായിട്ട് ഇൻകോമ്പാക്റ്റബിൾ ആണ്. ടാനിൻസ് ആയിട്ട് പ്രശ്നം തന്നെയാണ്, പ്രസിപ്പിറ്റേഷൻ നടക്കുന്നു. പിന്നെ വിത്ത് സാലിസിലേറ്റ്സ് ആണ്. സാലിസിലേറ്റ്സ് ആയിട്ട് പ്രശ്നം തന്നെയാണ്, കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ആൽക്ലോയിഡ് ഇൻകോമ്പാക്റ്റബിലിറ്റി കാണിക്കുന്നു.
ഇനി സോലുബിൾ സാലിസൈലേറ്റ് ഇൻകോമ്പാക്ടിബിലിറ്റി ആണ്. സോ ഫസ്റ്റ് വൺ ഈസ് ഫെറിക് സോൾട്ട് ആണ് ആൻഡ് ആൽക്കലി ബൈകാർബണേറ്റ്സ് ഉണ്ട്, ആസിഡ്സ് ഉണ്ട്. സോ ഫെറിക് സോൾട്ട് ആണെങ്കിൽ സോലുബിൾ സാലിസൈലേറ്റ് റിയാക്ട് വിത്ത് അയൺ സോൾട്ട്. ഇനി ആൽക്കലൈ ബൈകാർബണേറ്റ് ആണെങ്കിൽ ഇൻകോമ്പാക്ടിബിൾ വിത്ത് ആൽക്കലൈ ബൈകാർബണേറ്റ് സോൾട്ട്. എന്താണ്? ഇൻകോമ്പാക്ടിബിൾ വിത്ത് ആൽക്കലി ബൈകാർബണേറ്റ് സോൾട്ട്. ഇനി ആസിഡ് ആണെങ്കിലോ സാലിസിലേറ്റ് ആൻഡ് ബെൻസോയേറ്റ് റിയാക്ട് വിത്ത് ആസിഡ്സ്. സാലിസിലേറ്റും ബെൻസോയേറ്റും എന്ത് ചെയ്യുന്നു? ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പം സോലുബിൾ സാലിസിലേറ്റ് ഇൻകോമ്പാക്ടിബിലിറ്റീസ് ആണ് എക്സാമ്പിൾ പറഞ്ഞത്. ഫെറിക് സോൾട്ട്, ആൽക്കലി ബൈകാർബണേറ്റ് ആൻഡ് ആസിഡ്സ്. സോ എക്സാമ്പിൾ പഠിച്ചു വെക്കാം. ഇനി സോലുബിൾ അയോഡൈഡ് ഇൻകോമ്പാക്ടിബിലിറ്റി ആണ്. അയോഡൈഡ്സ് ആണെങ്കിൽ ഓക്സിഡൈസ് ബൈ ക്യുനൈൻ സൾഫേറ്റ്. സോ അയോഡൈഡ്സിൽ തന്നെ ഓക്സിഡൈസ് ബൈ പൊട്ടാസ്യം ക്ലോറൈറ്റ്. സോ പൊട്ടാസ്യം ക്ലോറൈറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ക്യുനൈൻ സൾഫേറ്റും ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? ഇൻകോമ്പാക്ടിബിലിറ്റി കാണിക്കുന്നു. അപ്പൊ എക്സാമ്പിൾസ് പഠിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് എളുപ്പം വരിക. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എവല്യൂഷൻ ആണ്. സോ സോഡിയം ബൈകാർബോണേറ്റ് ആണ്. സോ റിയാക്ട് വിത്ത് കാൽഷ്യം മെഗ്നീഷ്യം സോൾട്ട് ടു പ്രൊഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ എന്താ സംഭവിക്കുക? നമ്മുടെ കാൽഷ്യം അല്ലെങ്കിൽ മെഗ്നീഷ്യം സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യുന്നു. ഇനി ബിസ്മത്ത് സബ് നൈട്രേറ്റ് ആണ്. സോ റിയാക്ട് വിത്ത് സോഡിയം ബൈകാർബണേറ്റ് ടു പ്രൊഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ്. എന്ത് ചെയ്യുന്നു? സോഡിയം ബൈകാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ബൊറാക്സ് ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? സോഡിയം ബൈകാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് CO2. സോ സോഡിയം ബൈകാർബണേറ്റ് എന്ത് ചെയ്യുന്നു? മെഗ്നീഷ്യം സോൾട്ടുമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ്. ബിസ്മത്ത് സബ് നൈട്രേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ബൈകാർബണേറ്റ് സോഡിയം ബൈകാർബണേറ്റ് റിയാക്ട് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ബൊറാക്സ് ആണെങ്കിലോ അവിടെ എന്ത് ചെയ്യുന്നു? സോഡിയം ബൈകാർബണേറ്റ് റിയാക്ട് ചെയ്ത് ഗ്ലിസറിനുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി അതർ ഇൻകോമ്പാക്ടിബിലിറ്റി ആണ് ബാർബിച്ചുറേറ്റ്സ്. സോലുബിൾ ബാർബിച്ചുറേറ്റ് ഇൻകോമ്പാക്ടിബിൾ വിത്ത് അമോണിയം ബ്രോമൈഡ്. സോ ഈ സോലുബിൾ ബാർബിച്ചുറേറ്റ്സ് ഉണ്ടല്ലോ, അത് അമോണിയം ബ്രോമൈഡുമായിട്ട് ഇൻകോമ്പാക്ടിബിലിറ്റി കാണിക്കാറുണ്ട്. ഇനി പൊട്ടാസ്യം ക്ലോറൈറ്റ് ആണ് ഇൻകോമ്പാക്ടിബിൾ വിത്ത് ഓക്സിഡൈസബിൾ സബ്സ്റ്റൻസ്. എന്താണ്? ഇൻകോമ്പാക്ടിബിൾ വിത്ത് ഓക്സിഡൈസബിൾ സബ്സ്റ്റൻസ് ആണ് പൊട്ടാസ്യം ക്ലോറൈറ്റ്. ഇനി എമൽസിഫൈങ് ഏജന്റ് ആണ്. ചില സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന എമൽസിഫൈങ് ഏജന്റ് കാരണവും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ഇൻകോമ്പാക്ടിബിലിറ്റി കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇനി സ്ട്രിച്ചിനിൻ മിക്സ്ചർ എക്സാമ്പിൾ ആണ്. സോ സ്ട്രിച്ചിനിൽ എന്താണ് ഇൻകോമ്പാക്ടിബിലിറ്റി? സോ സ്ട്രിച്ചിനിൻ ഹൈഡ്രോക്ലോറൈഡ് എക്സീഡ് സോലുബിൾ ഇൻ വാട്ടർ, അറോമാറ്റിക് അമോണിയ കണ്ടെയ്ൻ ലിറ്റിൽ ആൽക്കഹോൾ. സോ സ്ട്രിച്ചിനിൻ ഹൈഡ്രോക്ലോറൈഡ് എന്ത് ചെയ്യുന്നു? എക്സീഡ് സോലുബിലിറ്റി ഇൻ വാട്ടർ. എന്ത് ചെയ്യുന്നു? വാട്ടറിലെ സോലുബിലിറ്റി എന്ത് ചെയ്യുന്നു? എക്സീഡ് ചെയ്യുന്നു, കൂട്ടുവാണ് ചെയ്യുക. ആൻഡ് അരോമാറ്റിക് അമോണിയ കണ്ടെയ്ൻ ലിറ്റിൽ ആൽക്കഹോൾ. എന്താണ്? അരോമാറ്റിക് അമോണിയൽ എന്തുണ്ട്? ആൽക്കഹോൾ ഉണ്ട്. ഇതാണ് നമ്മുടെ ഇൻകോമ്പാക്ടിബിലിറ്റി. സോ ഇത് മാറ്റുന്ന എന്താ നമുക്ക് സൊല്യൂഷൻ? yield diffusible precipitate. So use method A by dividing vehicle and dissolve separately before mixing. അപ്പൊ എന്താണ്? നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇൻകോമ്പാറ്റബിലിറ്റി മാറ്റണം എന്നുണ്ടെങ്കിൽ എന്താണ്? ഡിഫ്യൂസിബിൾ പ്രസിപ്പിറ്റേറ്റ് ആണല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് മെത്തേഡ് A യൂസ് ചെയ്യാം. നമ്മൾ ഡിവൈഡ് ചെയ്യുക, പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഡിയിൽ എന്താ പറഞ്ഞത്? നമുക്കൊരു തിക്കനിങ് ഏജന്റ് ആയിരുന്നു മ്യൂസിലേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ക്യുനൈൻ മിക്സ്ചർ എക്സാമ്പിൾ ആണ്. ഇവിടെ ഇൻകോമ്പാക്ടിബിലിറ്റിക്ക് എക്സാമ്പിൾ ക്യുനൈൻ ഹൈഡ്രോക്ലോറൈഡ് ഫോം ഇൻഡിഫ്യൂസിബിൾ ക്യുനൈൻ സാലിസൈലേറ്റ് precipitate when mixture with sodium salicylate. അപ്പോൾ സോഡിയം സാലിസൈലേറ്റുമായിട്ട് ക്യുനൈനെ മിക്സ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഇൻഡിഫ്യൂസിബിൾ ക്യുനൈൻ സാലിസൈലേറ്റ് ഉണ്ടാവുന്നത്. ഓരോ എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ച ഓരോന്നിൻ്റെയും ഇൻകോമ്പാക്റ്റബിലിറ്റിയുടെ എക്സാമ്പിൾ സൊല്യൂഷൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? മെത്തേഡ് ബി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് തെറാപ്യൂട്ടിക് ഇൻകോമ്പാക്റ്റബിലിറ്റി ആണ്. ഇനി എന്താ തെറാപ്യൂട്ടിക് ഇൻകോമ്പാക്റ്റബിലിറ്റി? സോ കുറച്ച് ഫാർമക്കോകൈനറ്റിക്കും ഡൈനാമിക്കും പറയാം. affect how a drug is absorbed, distribute, metabolized or excreted. ഒരു ഡ്രഗ് എങ്ങനെയാണ് നമ്മളെ ബോഡിയിൽ അബ്സോർബ് ആവുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്, മെറ്റബോളൈസ് ആവുന്നത്, എക്സ്ക്രീറ്റ് ആവുന്നത്. അപ്പോൾ അതായത് ഈ ഒരു ADMAന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു ഇൻകോമ്പാക്റ്റബിലിറ്റി കാണിക്കുന്നു. ഇനി ഫാർമക്കോ ഡൈനാമിക് ആണ്. ഓൾട്ടർ ദ ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റി, റിസപ്റ്റേഴ്സ് ഓർ സെല്ലുലാർ എഫക്ട് ഓഫ് എ ഡ്രഗ്. അപ്പോൾ ഒരു ഡ്രഗിന്റെ ഒരു അറ്റാച്ച്മെന്റ്, റിസപ്റ്റർ അറ്റാച്ച്മെന്റിലോ അല്ലെങ്കിൽ അതിന്റെ ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റിയിലോ അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റിലോ എന്ത് ചെയ്യുന്നു? ഒരു ഇൻകോമ്പാക്റ്റബിലിറ്റി കാണിക്കുന്നു. അതാണ് തെറാപ്യൂട്ടിക് ഇൻകോമ്പാക്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ.
സോ ഡോസേജ് ആണ്. സോ ഡോസേജ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓവർ ഡോസ്. ഇപ്പം എക്സാമ്പിൾ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഹയർ ഡോസ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇൻകോമ്പാക്ടിബിലിറ്റി വരാം. ഇത് അതർ സെഷൻ ആണ്. റോങ് ഡ്രഗ്, നമ്മൾ മിസ്റ്റേക്കൻലി റോങ് ആയിട്ട് ഡ്രഗ് കൊടുത്താൽ അവിടെ എന്ത് ചെയ്യാം, തെറാപ്യൂട്ടിക് ഒരു ഇൻകോമ്പാക്ടിബിലിറ്റി വരാം. ഇനി റോങ് ഫോം, കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ കറക്റ്റ് ഇൻകറക്റ്റ് ഡോസേജ് ഫോം ആണ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, തെറാപ്യൂട്ടിക് ഇൻകോമ്പാക്ടിബിലിറ്റി ഉണ്ടാകാം എന്നുള്ളതാണ്. ഇനി കോൺട്രാ ഇൻഡിക്കേറ്റ് ഡ്രഗ് ആണ് ഡിസീസ് കോൺട്രാ ഇൻഡിക്കേഷൻ, അലർജി ആൻഡ് അതർ കണ്ടീഷൻ. സോ ബേസിക്കലി തെറാപ്യൂട്ടിക് ഇൻകോമ്പാക്ടബിലിറ്റി ജസ്റ്റ് നോക്കി വെച്ചാൽ മാത്രം മതി, ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. സോ സൈനർജിക് ഡ്രഗ് ഇൻട്രാക്ഷൻ ആണ്. സൈനർജി അറിയാമല്ലോ, 2 ഡ്രഗ് ഇൻക്രീസ് ഈച്ച് ദ എഫക്ട് വെൻ കമ്പൈൻഡ്. 2 ഡ്രഗുകൾ എന്ത് ചെയ്യുന്നു, മറ്റു ഡ്രഗിന്റെ എഫക്റ്റുകൾ കൂട്ടുകയാണ് ചെയ്യുന്നത് കമ്പൈൻ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ. ഇനി ആന്റഗോണിസം ആണ്, ഇവിടെ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ കൗൺട്രാക്ട് ചെയ്യുന്നു. എഫക്റ്റിനെ ഡിക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ കൗൺട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇതൊക്കെ തെറാപ്യൂട്ടിക് ഇൻകോമ്പാക്ടബിലിറ്റി ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഡ്രഗ് ഇൻട്രാക്ഷൻ. ഇവിടെ എന്താണ്, തെറാപ്യൂട്ടിക്കിന്റെ 2 തന്നെയാണ് ഡ്രഗ് ഇൻട്രാക്ഷൻ വരുന്നത്. ഇനി പ്രയർ അഡ്മിനിസ്ട്രേഷൻ, ഒരു ഡ്രഗ് കഴിച്ചിട്ട് മറ്റൊരു ഡ്രഗ് കൂടെ കഴിക്കുവാണെങ്കിൽ ഡ്രഗ് ഇൻട്രാക്ഷൻ ഉണ്ടാവുന്നു. പിന്നെ കോൺകോമിറ്റന്റ് ആണ്, 2 ഡ്രഗ് എഫക്ട് ഈച്ച് അതർ വെൻ ടേക്കൺ സൈമൾട്ടേനിയസ്ലി. നമ്മൾ ഒരുമിച്ച് ഡ്രഗ് എടുക്കുവാണെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു എഫക്റ്റ് വരാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് 2 ഡ്രഗുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രയർ അഡ്മിനിസ്ട്രേഷൻ മീൻസ് ഒരു ഡ്രഗ് കഴിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞ് അടുത്ത ഡ്രഗ് കഴിക്കുവാണെങ്കിലും, മറ്റത് കോൺകോമിറ്റന്റ് ആണെങ്കിൽ 2 ഡ്രഗ് ഒരുമിച്ച് കഴിക്കുവാണെങ്കിലും ഇൻട്രാക്ഷൻ ഉണ്ടാവുന്ന കാര്യമാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ടെട്രാസൈക്കിൾ ഇൻട്രാക്ഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ടെട്രാസൈക്കിൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, മിൽക്ക് നമ്മൾ കഴിക്കാൻ പാടില്ല അല്ലേ. മിൽക്ക് എന്ത് ചെയ്യുന്നു, ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അത് തന്നെയാണ് ടെട്രാസൈക്ലിക് ഇൻട്രാക്ഷൻ പറയുന്നത്. ഇനി ഫാർമസിസ്റ്റ് റോൾ എന്താണ്, ബേസിക്കലി ഇൻകോമ്പാക്ടബിലിറ്റി കാണുവാണ് നിങ്ങൾ തിരിച്ചറിയുവാണെങ്കിൽ റെഫർ ബാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡോക്ടറിനെ കാണുകയോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കൺസൾട്ട് ചെയ്യുക, പ്രിസ്ക്രൈബറിനെ കൺസൾട്ട് ചെയ്യുക, ഡിറ്റക്ട് ചെയ്യുക ആൻഡ് അഡ്ജസ്റ്റ് ഡോസ്. അവരുടെ കൺസൾട്ടേഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ഡോസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ് ഇൻട്രാക്ഷൻ. എക്സാമ്പിൾസ് പഠിക്കുക, എക്സാമ്പിൾസ് നിറയെ മിക്കവാറും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. സോ നെക്സ്റ്റ് വേണം, ബൈ.